മൃഗസ്നേഹികൾക്കെതിരെ കടുത്ത വിമർശനമുയർത്തി സുപ്രീം കോടതി. യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം വാദം ഉന്നയിക്കാനെന്ന കോടതി പറയുന്നു. ഗോൾഡി എന്ന തെരുവ് നായെ ദില്ലി എയിംസ് ഹോസ്പിറ്റലിൽ വളർത്തുന്നതിനെതിരെയാണ് വിമർശനം. അണുബാധയുള്ള നായ്ക്കൾ ആശുപത്രിയിൽ അപകടകരമായ സാഹചര്യം ഉണ്ടാക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. ശ്യാം ദേവരാജാണ് ചേരുന്നത്. ശ്യാം, തെരുവുനായ പ്രശ്നത്തിലും രൂക്ഷ വിമർശനം ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ കോടതിയുടെ പരാമർശങ്ങൾ എന്താണ്? തെരുവുനായ പ്രശ്നത്തിൽ സ്വമേധ്യാ സ്വീകരിച്ച ഹർജിയിലാണ് സുപ്രീം കോടതി ഇന്നും വാദം കേട്ടത്. ഈ വാദത്തിനിടെയാണ് മൃഗസ്നേഹികളുടെ അഭിഭാഷകനെതിരെ അല്ലെങ്കിൽ മൃഗസ്നേഹികൾക്കെതിരെ സുപ്രീം കോടതി കടുത്ത വിമർശനം ഉയർത്തുന്നത്. ഗോൾഡി എന്ന തെരുവുനായെ ദില്ലി എയിംസ് ഹോസ്പിറ്റലിൽ വളർത്തുന്നുണ്ട്, ആ നായ അപകടകാരിയല്ല എന്നായിരുന്നു അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. ഇതിനെതിരെയാണ് ഈ മൃഗസ്നേഹികളുടെ ഈ വാദത്തിലാണ് സുപ്രീം കോടതി കടുത്ത വിമർശനം ഉന്നയിക്കുന്നത്. തെരുവുനായെ ആശുപത്രിയുടെ തിയേറ്ററിൽ കയറ്റിയോ എന്നാണ് സുപ്രീം കോടതിയുടെ ചോദ്യം. ചോര കുടിക്കുന്ന ചെറുജീവികൾ ഈ തെരുവുനായയുടെ ശരീരത്തിലുണ്ടാകാം. അണുബാധയുള്ള നായ്ക്കൾ ആശുപത്രിയിൽ അപകടകരമായ സാഹചര്യമുണ്ടാക്കും. നിങ്ങൾക്ക് ഈ സാഹചര്യം മനസ്സിലാകുന്നുണ്ടോ എന്നുമാണ് മൃഗസ്നേഹികളോട് സുപ്രീം കോടതി കടുത്ത ഭാഷയിൽ ഉയർത്തിയ ചോദ്യം. യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം സുപ്രീം കോടതി വാദങ്ങൾ ഉന്നയിക്കാൻ. ഒപ്പം മൃഗസ്നേഹികൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് വഴിമാറുന്നു എന്ന കടുത്ത വിമർശനവും കൂടി സുപ്രീം കോടതി ഉന്നയിക്കുകയും ചെയ്തു. നായ്ക്കളെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കരുത് എന്നാണ് സുപ്രീം കോടതി ഉന്നയിച്ച മറ്റൊരു വിമർശനം. മൃഗസ്നേഹികൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് വഴിമാറുന്നു, ആശുപത്രി പരിസരത്തെ തെരുവ് നായ്ക്കളെ മഹത്വവൽക്കരിക്കരുത് എന്ന കാര്യവും കൂടി വിമർശനമായി തന്നെ സുപ്രീം കോടതി ഉന്നയിക്കുകയും ചെയ്തു. ഇതിൽ സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയ മറ്റൊരു കാര്യം, ഈ കുട്ടികളും മുതിർന്നവരും പ്രായമായവരും ഉൾപ്പെടെയുള്ള നിരവധിയായ ആളുകൾ രാജ്യത്ത് തെരുവുനായ ആക്രമണത്തിന് വിധേയരാകുന്നുണ്ട്. അവർ ആക്രമിക്കപ്പെടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം യൂട്യൂബിൽ ഉൾപ്പെടെ ഉണ്ട്. അത്തരം ദൃശ്യങ്ങൾ കാണൂ എന്ന കാര്യവും കൂടി സുപ്രീം കോടതി വിമർശനമായി ഉന്നയിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.